എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇടവക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2025 മെയ് 14 മിഥുനക്കൂറിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം ഒക്ടോബർ 18 അതിചാരമായി കർക്കിടകത്തിലേക്ക് വ്യാഴം മാറുകയും പിന്നീട് ഡിസംബർ 5 വക്രഗതിയിൽ മിഥുനക്കൂറിലേക്ക് വരികയും 2026 പകുതി വരെ മിഥുനത്തിൽ സഞ്ചരിക്കുന്നതുമാണ്. ഈ കാലയളവിൽ മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകാർക്ക് ലഭിക്കാൻ പോകുന്ന വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതിയിൽ നടക്കുന്ന ദശാപഹാരങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ശരി, നമുക്കിനി 2025 വ്യാഴമാറ്റ ഫലങ്ങളിലേക്ക് കടക്കാം. മിഥുനക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം. ചെലവുകളെ സൂചിപ്പിക്കുന്ന 12ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2025 മെയ് 14 ജന്മരാശിയിലേക്ക് മാറുമ്പോൾ ഇതുവരെ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടിരുന്ന ചെലവുകൾ കുറയുമെങ്കിലും ഉത്തരവാദിത്തങ്ങളും ജോലിഭാരവും അല്പം വർദ്ധിക്കുന്നതാണ്. അതേസമയം വ്യാഴദൃഷ്ടി മൂലം ചില നേട്ടങ്ങളും മിഥുനക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അന്യസംസ്ഥാനത്തോ വിദേശത്തോ പോയി ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിക്കും. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. ജോലി ചെയ്യുന്നവർക്ക് ജോലിഭാരം വർദ്ധിക്കുമെങ്കിലും മേലുദ്യോഗസ്ഥരുടെ പിന്തുണയും ലഭിക്കുന്നതാണ്. ചിലർക്ക് അപ്രതീക്ഷിതമായ സ്ഥലം മാറ്റവും ഉണ്ടാകും. സ്വന്തമായി തൊഴിൽ ചെയ്യുന്നവർ വിപണിയുടെ സങ്കീർണതകൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം തൊഴിൽപരമായ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതാണ്. കൂട്ടായി തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ കൂട്ടാളിയുമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. വ്യാഴം 5ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ സന്താനങ്ങൾ ഉണ്ടാകാൻ താമസം നേരിട്ടവർക്ക് ഈ വർഷം സന്താനഭാഗ്യം ലഭിക്കുന്നതാണ്. കുട്ടികളുടെ പിടിവാശിയും കുറയും. വ്യാഴം 7ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിവാഹപ്രായത്തിലുള്ളവർക്ക് വിവാഹം നടക്കുകയും വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കിടെ ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങി ഐക്യമുണ്ടാകുന്നതുമാണ്. കൂട്ടായി തൊഴിൽ ചെയ്യാനുള്ള അവസരം വന്നു ചേരും. 9ാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നതിനാൽ വരുമാനം അധികരിക്കും. കടങ്ങളുള്ളവർക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. സ്വത്ത് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. യാത്രകൾ മൂലം നേട്ടങ്ങളുണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ 2025 വ്യാഴമാറ്റത്തിന് ശേഷം മിഥുനക്കൂറുകാർക്ക് ചെലവുകൾ കുറയുകയും വിവാഹാദി മംഗള കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറുന്നതുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിഥുനക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കർക്കിടകക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.